അമേരിക്ക അതിന്റെ 250-ാം സ്വാതന്ത്ര്യദിന നിറവിലേക്ക് കടക്കുമ്പോൾ സ്മാരകങ്ങളെയും ചരിത്ര സ്മരണകളെയും ചൊല്ലിയുള്ള വിവാദങ്ങൾക്ക് വീണ്ടും ചൂടുപിടിക്കുകയാണ്. അടുത്ത മാസം രാജ്യം ചരിത്രപരമായ സുവർണ ജൂബിലി ആഘോഷിക്കാൻ ഒരുങ്ങുന്ന വേളയിൽ പൊതുസ്മാരകങ്ങളും പതാകകളും പ്രതീകങ്ങളും കേന്ദ്രീകരിച്ചുള്ള തർക്കങ്ങൾ മുമ്പത്തേക്കാളും ശക്തമാവുകയാണ്. ഇതിൽ ഏറ്റവും ഒടുവിലത്തേതും കടുത്തതുമായ വിവാദങ്ങൾക്ക് വഴിവെച്ചിരിക്കുന്നത് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ പുതിയ നിർദ്ദേശങ്ങളാണ്. ഗാർഡൻ ഓഫ് ഹീറോസ്, കൂറ്റൻ ഫ്രീഡം കമാനം, വിശാലമായൊരു ബോൾ റൂം എന്നിവ നിർമ്മിക്കുന്നതിനൊപ്പം വാഷിംഗ്ടൺ സ്മാരകത്തിന് മുന്നിലെ തടാകത്തിലെ വെള്ളത്തിന് ബഹാമിയൻ ലക്ഷറി ഹോട്ടൽ സ്വിമ്മിംഗ് പൂളിന്റെ നിറം നൽകുക തുടങ്ങിയ വിചിത്രമായ പദ്ധതികളാണ് ട്രംപ് മുന്നോട്ട് വെച്ചിട്ടുള്ളത്. എന്നാൽ ഈ പദ്ധതികളുടെ ഉള്ളടക്കം മാത്രമല്ല, ഇവ നടപ്പിലാക്കുന്നതിൽ പൊതുജനങ്ങളുമായി യാതൊരുവിധ കൂടിയാലോചനകളും നടത്തുന്നില്ലെന്നതും വലിയ വിമർശനങ്ങൾക്ക് കാരണമാകുന്നുണ്ട്. പൊതുവിടങ്ങളിൽ ഏതെല്ലാം അമേരിക്കൻ ചരിത്രങ്ങളാണ് സ്മരിക്കപ്പെടേണ്ടത് എന്നതിനെക്കുറിച്ച് പഠനം നടത്തുന്ന മോണ്യുമെന്റ്സ് ലാബ് എന്ന സംഘടനയുടെ ഡയറക്ടർ പോൾ ഹാബർ ട്രംപിന്റെ ഈ നടപടികളെ രൂക്ഷമായി വിമർശിക്കുന്നു. തന്റെ പദ്ധതികൾ നടപ്പിലാക്കാൻ ട്രംപ് നടത്തുന്ന നീക്കങ്ങൾ അദ്ദേഹത്തിന്റെ ഏകാധിപത്യ സ്വഭാവത്തെക്കുറിച്ചുള്ള ഭീതി വർദ്ധിപ്പിക്കുന്നതാണ്. തന്റെ ബോൾറൂം നിർമ്മാണം തടസ്സപ്പെടുത്തുന്നവർക്ക് കനത്ത തിരിച്ചടി നേരിടേണ്ടി വരുമെന്ന മുന്നറിയിപ്പും, കെന്നഡി സെന്ററിൽ തന്റെ പേര് ചേർത്തില്ലെങ്കിൽ പദ്ധതിയിൽ നിന്ന് പിന്മാറുമെന്ന ഭീഷണിയും ഇതിന് അടിവരയിടുന്നു. അമേരിക്കൻ ജനാധിപത്യത്തിന്റെ പ്രതീകങ്ങളും വ്യവസ്ഥിതികളും തമ്മിൽ പണ്ടുമുതലേ ആഴത്തിലുള്ള ബന്ധമുണ്ടെന്ന് ഹാർബർ ചൂണ്ടിക്കാണിക്കുന്നു. അധികാരത്തിന്റെ പ്രതീകങ്ങളാണ് ഇത്തരം സ്മാരകങ്ങളിലൂടെ പ്രതിഫലിക്കുന്നത്. എന്നാൽ സ്മാരകങ്ങളെ ചൊല്ലിയുള്ള ഈ പോര് ട്രംപിൽ മാത്രം ഒതുങ്ങുന്നില്ല. ന്യൂയോർക്ക് മേയർ സൊഹ്റാൻ മംദാനി മുൻ മേയർ എഡ് കൗച്ചിന്റെ പേര് 59 സ്ട്രീറ്റ് പാലത്തിൽ നിന്ന് മാറ്റണമെന്നാവശ്യപ്പെടുമ്പോൾ പ്രശസ്ത ലാറ്റിൻ തൊഴിലാളി നേതാവായിരുന്ന സിസ ചാവേസിന്റെ പേരിലുള്ള ലൈബ്രറികളും സ്കൂളുകളും നേരിടുന്ന പ്രതിസന്ധി മറ്റൊന്നാണ്. അദ്ദേഹം പ്രായപൂർത്തിയാകാത്തവർക്കടക്കം നിരയെ ലൈംഗിക അതിക്രമങ്ങൾ നടത്തിയിരുന്നെന്ന വെളിപ്പെടുത്തലുകളാണ് പുതിയ ചർച്ചകൾക്ക് വഴിവെച്ചിരിക്കുന്നത്. ചരിത്ര സ്മാരകങ്ങളെ ചൊല്ലിയുള്ള ഇത്തരം പോരാട്ടങ്ങൾക്ക് അമേരിക്കയിൽ നൂറ്റാണ്ടുകളുടെ പഴക്കമുണ്ട്.